ജോർജി സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റം എന്ന് പറയുന്നത് വോളിയം കൂട്ടി എനിക്ക് കേൾക്കുന്നില്ല. പുതിയൊരു പ്രതിഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മറിച്ചത് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എപ്പോഴും ഒരു പ്രദേശത്ത് നിന്ന് അതിജീവനത്തിന് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറ്റങ്ങൾ, മൈഗ്രേഷൻ നടത്തി തന്നെയാണ് മനുഷ്യ സംസ്കാരങ്ങൾ വളർന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി, ഈ അനിയന്ത്രിതമായ കുടിയേറ്റം കൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും മലയാളികളുടേതെന്ന് പറയുന്ന ഒരു സംസ്കാരവും ഇല്ലാതായി പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നേരിടുന്നത്. ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജില്ലയിൽ ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് +2 കുട്ടികളുടെ ഒരു സംഗമം നടക്കുകയാണ്. 560 കുട്ടികൾ അവിടെ +2 ഈ വർഷം എഴുതുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അവരോട് അതിനിടയിൽ വെച്ച് ക്ലാസ്സിൽ നയിച്ച ആൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർ +2 കഴിഞ്ഞ് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്? 560 കുട്ടികളിൽ വെറും 25 കുട്ടികൾ, കഷ്ടി 25 കുട്ടികളാണ് ഇന്ത്യയിലോ കേരളത്തിലോ ആ സമ്മേളനത്തിലെ 95% കുട്ടികൾ ആഗ്രഹിക്കുന്നത് കേരളവും ഇന്ത്യയും തുടർന്നുള്ള പഠനത്തിനും അവരുടെ ഭാവിക്കും പറ്റിയ ഒരു അന്തരീക്ഷമല്ല. അതുകൊണ്ട് അവർ ഒരു വിദേശ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ സ്വപ്നം കാണുകയാണ്. അത് പിണറായി വിജയൻ പറയുന്നത് പോലെ മൊബൈൽ നോക്കിയിട്ടുള്ള ചുമ്മാ ഒരു മായാമോഹമൊന്നുമല്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെയും ഇന്ന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കാണുകയാണ്. ഉളിക്കലിൽ നിന്നുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഇരിട്ടിയിൽ നിന്നുള്ള ഒരു കുട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന്, അതല്ലെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി മൊബൈൽ നോക്കിയിട്ടാണ് എന്നൊരു ഭരണാധികാരി പറയുകയാണെങ്കിൽ അദ്ദേഹം ഉറക്കത്തിലാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ വിചാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. കാരണം അവന്റെ വീടിന്റെ പരിസരത്താണ് കുറച്ചു നാൾ മുമ്പ് കാട്ടാന ഇറങ്ങി വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ ചവിട്ടി അരച്ചു കളയുന്നത്. അവന്റെ പറമ്പിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കാട്ടുപോത്ത് ഓടുന്നതും കരടി പ്രത്യക്ഷപ്പെടുന്നതും കടുവ മനുഷ്യനെ കടിച്ചു തിന്നിട്ട് ശരീരാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെയാണ് ഒരു തലമുറ നിർഭയം ജീവിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പ്രശ്നം, ഇവിടെയുള്ള ചെറുപ്പക്കാരും കുട്ടികളും ഭയന്നാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെ നാട് കാടായി മാറുന്നു. ആരാണ് ഈ നാടിനെ കാടാക്കി മാറ്റിയത്? കാർബൺ ബോണ്ട് എന്ന് പറയുന്ന കെണിയിലൂടെ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഇവിടെ വനവൽക്കരണത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഇടത് വലത് മുന്നണികൾ തന്നെയാണ് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ ഇന്ന് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായിട്ട് കാടായിട്ട് മാറാനുള്ള കാരണക്കാർ. അവർ എന്നിട്ട് നമ്മൾ വിളിക്കുന്ന പ്രതിഷേധങ്ങളിൽ വന്ന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവർ അപലപിച്ച് പ്രസംഗിച്ചിട്ട് പോകും. ഈ ആളുകളൊക്കെയും കൂടി ചേർന്ന് നിയമസഭകളിൽ എടുത്ത തീരുമാനത്തിന്റെ പരിണിതഫലമാണ് കാർബൺ ബോണ്ടുകൾ എന്ന പേരിൽ ഇവിടേക്ക് ഫണ്ട് സ്വീകരിക്കുകയും വനവൽക്കരണത്തിന് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള നിരവധി കാരണങ്ങളെക്കുറിച്ച് പറയാണ് ഈ നാട് ജീവിക്കാൻ എന്ത് സുരക്ഷിതത്വമാണുള്ളത്. ഇനി വിദ്യാലയങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണല്ലോ മഹാരാജാസ് കോളേജ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് അടഞ്ഞു കിടക്കാണ്. എന്താണ് കാരണം? കത്തിക്കുത്താണ്. അഭിമന്യുവൊക്കെ കുത്തേറ്റ് മരിച്ച ക്യാമ്പസാണ്. എന്ത് ധൈര്യപ്പെട്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ, യുവതലമുറ ഇവിടുത്തെ കോളേജുകളിൽ ചെല്ലുന്നത്? ഗുണ്ടകളെക്കാളും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് വന്ന് നിൽക്കുന്ന ഒരു നാട്ടിൽ കലാലയങ്ങൾക്ക് അതിന്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ഈ കലാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മാതാപിതാക്കൾക്ക് ധൈര്യം ഉണ്ടാവുന്നത്? ഇനി വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ച് മുൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സുപ്രധാന പദവിയിലിരുന്ന ആള് പറഞ്ഞു, കൂട്ടിവായിക്കാൻ അറിയത്തില്ലാത്ത നിരക്ഷരരായ ബിരുദധാരികളെയാണ് കുറെ വർഷങ്ങളായി A+ഉം അതിന്റെ മേലെയും കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം. ഇനി വല്ല വിധേനയും പഠിച്ച് മാർക്ക് കിട്ടുന്നവൻ എവിടെയാണ് ജോലി കിട്ടുന്നത്? പിൻവാതിൽ നിയമനത്തിന് റെഡിയായിട്ട് ഈ പാർട്ടി ചേരികളിലെ ഗുണ്ടകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കേരള സമൂഹമാണ്, ഇവിടുത്തെ സംവിധാനങ്ങളാണ് ആദ്യമായി ഈ നാട് ജീവിക്കാൻ പറ്റാത്തതാണെന്നുള്ള ഒരാശങ്ക നമ്മുടെ യുവതലമുറയുടെ മനസ്സിൽ ഉളവാക്കുകയും കുടിയേറ്റത്തിന് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നത്. അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഒരു ഭരണാധികാരിക്ക് ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആകുലതകളുടെ നേരെ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനും പറ്റില്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഏറ്റവും ക്രൂരരായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുടെ ഒക്കെയും സവിശേഷമായ അടയാളമായിരുന്നു അവരെ ചുമക്കുന്ന ഭീകരമായ അസഹിഷ്ണുത. അത് ലെനിനും സ്റ്റാലിനും മാവോയും
അതുപോലെ തന്നെ ഇന്ന് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നും അടക്കമുള്ള സകല സ്വേച്ഛാധികളുടെയും മുഖമുദ്രയായിരുന്നു നേരു പറയുന്നവനോട്, നിർഭയം പറയുന്നവനോടുള്ള അവരുടെ വല്ലാത്ത അസഹിഷ്ണുത. ആ അസഹിഷ്ണുത പുറത്തെടുത്ത് കേരളത്തിൽ ആരെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ വെറുതെ വ്യാമോഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ആ ഒപ്പം തന്നെ സത്യം ഫാദർ ടോം ഒലിക്കട്ടെ, അങ്ങ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാം, പ്രത്യേകിച്ച് പെരുന്തോട്ടം പിതാവിന്റെ ആ ഒരു പ്രസംഗം കേൾക്കാൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സർക്കാരിനെതിരെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നില്ല. അതായത് സഭയും സർക്കാരും ഒന്നു ചേർന്ന് ഈ ഒരു സാമൂഹിക വിപത്തിനെതിരെ പോരാടണം, അല്ലെങ്കിൽ ഒരു നിശിതമായിട്ടുള്ള വിമർശനമോ ഒന്നുമല്ല. അത് കൃത്യമായിട്ട് തന്നെ ഒരു സമൂഹത്തോടുള്ള തന്റെ ഒരു കരുതൽ, ഒരു കടമ, ഒരു ഉത്തരവാദിത്വം, അതിന്റെ ഭാഗമായി അദ്ദേഹം വളരെ പക്വമായിട്ടുള്ള വാക്കുകളിൽ സൗമ്യമായി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ തുടർന്ന് ഈ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം വിമർശനങ്ങളെ, അല്ലെങ്കിൽ ഈ പോക്ക് ശരിയല്ല എന്ന് തരത്തിൽ സൗമ്യമായ ഒരാൾ പറഞ്ഞാൽ പോലും എത്രത്തോളം അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതൊരു ഭരണാധികാരിക്ക് യോജിച്ച ഒരു പ്രവണതയാണോ ഫാദർ ടോം ഒലിക്കട്ട്? ജോർജി, അതിനകത്ത് അത് വിമർശനം ആയിക്കൊള്ളട്ടെ, അതത്ര സൗമ്യമായിട്ട് പറഞ്ഞതല്ല. അതൊരു വിമർശനമാണെങ്കിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്ത് ഈ ഭരണകൂടത്തെ വിജയിപ്പിക്കുന്നതിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, ജനാധിപത്യ രാഷ്ട്രത്തെ എല്ലാ നികുതികളും അടയ്ക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദാര്യമല്ല അവകാശം. അത് ഏതെങ്കിലും ഭരണവർഗത്തിന്റെ അവകാശമല്ല. ഈ വിമർശിക്കാൻ ഉള്ള അവകാശം പൗരധർമ്മമാണ്. അതുകൊണ്ട് തന്നെ സൗമ്യമായി പറഞ്ഞതായിക്കൊള്ളട്ടെ, വിമർശനമായിക്കൊള്ളട്ടെ, അത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. നമ്മൾ അഭിപ്രായങ്ങളെയൊക്കെയും അടിച്ചമർത്തുന്ന ഏകാധിപത്യ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്. ജനാധിപത്യ സംസ്ഥാനത്താണ്, രാജ്യത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൗരധർമ്മം അദ്ദേഹം നിറവേറ്റി. നമ്മുടെ കൺമുമ്പിൽ ഒരു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് കേരളത്തിലെ 2 ചെറുപ്പക്കാർ വിദേശത്തേക്ക് പറക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ സ്വപ്നം കാണുന്നു. അത് 80കളിൽ ആരംഭിച്ച ഗൾഫ് ബൂം പോലെയല്ല. ഇവിടുന്നുള്ള അവിദഗ്ധരായ തൊഴിലാളികൾ ചെന്ന് പണിതുയർത്തിയതാണ് ഇന്ന് കാണുന്ന ദുബായും അബുദാബിയും അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ വൻ നഗരങ്ങളൊക്കെയും മലയാളിയുടെ വിയർപ്പ് വീണിട്ടുണ്ട്. ആ കുടിയേറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പോയ ആളുകളൊക്കെയും 10, 20, 25 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് സ്വപ്നം കണ്ടു. അവര് പോയതൊന്നും ഈ മൊബൈലിലെ ഇൻഫർമേഷൻ കണ്ടിട്ടല്ല അവരൊന്നും പോയത്, അല്ലെ? അത് ജീവിക്കാൻ വേണ്ടി പോയി. അവരുടെ പ്രവാസികളുടെ പണം കൊണ്ട് കേരളം നമ്പർ 1 എന്നൊക്കെ പറയാൻ എല്ലാ രീതിയിലും ഉയർന്നു വന്നു. എന്നാൽ ആ പ്രവാസത്തിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത് മടക്കമില്ലാത്ത ഒരു യാത്രയ്ക്കാണ് ഒരുക്കം കൂട്ടുന്നത് എന്നുള്ളതാണ്. ഈ പോകുന്ന ചെറുപ്പക്കാരും അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പോകുന്നവർ തിരിച്ചു വരാനല്ല പോകുന്നത്. അവരവിടെ ഇവിടുന്ന് സ്വത്തും സ്ഥലങ്ങളും ഒക്കെയും വിറ്റ് മാതാപിതാക്കന്മാരെയും പറ്റിയാൽ കൂടെ കൂട്ടി അവിടേക്ക് സ്ഥിരതാമസമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്ത സ്വീകരണ ചടങ്ങിൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങനെ പറയേണ്ടി വരും തക്ക വിധം ഇതെന്തുകൊണ്ടാണ് ഒരു ഗൗരവമായ ആശങ്കയാവുന്നത്? ഈ പോക്ക് തുടർന്നാൽ നമ്മുടെ നാട് താമസം വിന വൃദ്ധരുടെ ഒരു നാടായിട്ട് മാറും. ഇവിടെ ചെറുപ്പക്കാരില്ല എന്ന് പറഞ്ഞാൽ ഉൽപാദനം നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. പിന്നെയോ കേരളം ഒരു ഉപഭോക്തൃ സംസ്കാരം എന്നുള്ള ഇതിൽ കൂടുതൽ ഭീകരമായി മാറുകയാണ്. സജി ചെറിയാനൊക്കെ പറയും തമിഴ്നാട്ടിൽ അരി ഉള്ളിടത്തോളം കാലം കേരളത്തിൽ നെല്ല് ഉൽപാദനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അജാതി മണ്ടൻ പ്രസ്താവനകളാണ് ഈ ഭരണാധികാരികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശ്രീ മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അസഹിഷ്ണുത കൂടാനുള്ള കാരണവും. യാഥാർത്ഥ്യം എന്താണ്? ഉൽപാദനം ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ മറ്റു സംസ്ഥാനങ്ങൾ അതിരടച്ചാൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ഗതികേടിലേക്ക് എത്തും കേരളത്തിലുള്ള ആളുകൾ. ഇനി ഈ വൃദ്ധർ നിലനിൽക്കുന്നു, വളർന്നു വരുന്നു, ചെറുപ്പക്കാരിലായാൽ നമ്മുടെ വയസ്സായ ആളുകളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുണ്ടാവും? അവശ്യ സർവീസുകൾ, വാഹന ഗതാഗതം അടക്കമുള്ള ആതുര ശുശ്രൂഷ അടക്കമുള്ള അവശ്യ സർവീസുകൾ എങ്ങനെ നടത്തും? അപ്പൊ നിരവധി പ്രതിസന്ധികൾ, ഉത്തരവില്ലാത്ത പ്രതിസന്ധികൾ. ഒരു ശവസംസ്കാരത്തിന് മഞ്ചമെടുക്കാൻ പോലും ആളുകളെ കാണാൻ ചെറുപ്പക്കാരില്ലാത്ത വിധം നമ്മൾ ദയനീയമായ അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊരു വെറും ഒരു ഉറക്കത്തിൽ പറയുന്ന ആശങ്കയല്ല, വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അദ്ദേഹം ആലോചിച്ചുറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്.
അതിനെ ഒരു രാഷ്ട്രീയ വിമർശനമെന്ന അസഹിഷ്ണുതയോടെ അല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എടുക്കേണ്ടിയിരുന്നത്. മറിച്ച് ഒരു പൗരന്റെ പൗരധർമ്മമാണ് എന്ന് കരുതി അതേ ആദരവോടുകൂടി ആ വാക്കുകൾ എടുക്കുകയും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി എന്ന നിലയിൽ ഈ പ്രതിസന്ധിക്ക് ഞങ്ങളുടെ പാർട്ടിയാൽ, ഞങ്ങളുടെ ഗവൺമെന്റിനാൽ കഴിയുന്ന സത്വര നടപടികൾ സ്വീകരിക്കാമെന്ന് അന്തസ്സായി പറയുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ യെസ് ഒരു യെസ് ഭരണാധികാരിയുടെ അന്തസ്സ് എന്ന് പറയുന്നത്. യെസ് അപ്പോൾ ആ ഒരു മാന്യതയും രാഷ്ട്രീയ പദവിക്ക് ചേർന്ന അന്തസ്സും കാണിക്കുന്നതിലാണ് ഈ അസഹിഷ്ണുതയുടെ മൂടുപടങ്ങൾ വിമർശനങ്ങൾക്കോ എതിരഭിപ്രായങ്ങൾക്കോ നേരെ ഏതു സമയത്തും വലിച്ചിടുന്ന ഭരണാധികാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാലായിൽ തോമസ് ചാഴിക്കാടൻ, അദ്ദേഹം ആദരണീയനായ പാർലമെന്റ് മെമ്പറാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ബഹുശതം വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് പിണറായി വിജയൻ അസ്വസ്ഥനാകുന്നു, അസഹിഷ്ണുവാകുന്നു. ഒരു പാർലമെന്റ് മെമ്പർക്ക് കൊടുക്കേണ്ട ആദരവ് അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നില്ല. ഓക്കെ. ആരോടാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ആരെയാണ് ഇങ്ങനെ ഈ ദേഷ്യപ്പെട്ട് പേടിപ്പിക്കാമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നത്? ഓക്കെ.